ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാരേജ് ഫംഗ്ഷന് പോവാണ് കേട്ടോ. കസിൻസിൻ്റെ ഒരു മാരേജ് ഫംഗ്ഷന് പോവാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ കണ്ടോ? ഞാൻ പൊതുവേ ഇടുന്ന ഒരു ഫ്രോക്ക് മോഡലാണ് ഞാൻ ഇട്ടേക്കുന്നത്. സാരി ഒന്നും എടുക്കാനുള്ള നേരം കിട്ടിയില്ല കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയും അനിയനും അനിയത്തിയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു മാരേജ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ മോനാണ് കേട്ടോ, നന്ദൂസും കിച്ചൂട്ടിനൊക്കെ ഉണ്ട്. ഹായ് പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, അപ്പം ഞങ്ങളിതാ കാറിലാണ് പോണത് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനേ ഉള്ളൂ, ഒരു 2-3 സ്റ്റോപ്പ് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിതാ അങ്ങോട്ടേക്കാണ് പോണത്. ഫറൂഖ് 3M ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം ഉള്ളത്. അനിയൻ്റെ വൈഫിൻ്റെ ചെറിയമ്മയുടെ മോളുടെ കല്യാണമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതായത് സുരഭി മാൾ വഴിയാണ് കേട്ടോ പോകേണ്ടത്. സുരഭി മാൾ കഴിഞ്ഞിട്ട് ഇത് ബസ് സ്റ്റാൻഡാണ്, രാമനാട്ടുകര ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തി. അവിടെ 3M ഓഡിറ്റോറിയത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ അവിടെ കാറൊക്കെ നിർത്തി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ദേ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കാണ് പോണത്. മക്കൾസ് മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. 3M ഓഡിറ്റോറിയം എന്നാണ് കേട്ടോ പേര്. ഈ ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. 8th, 9th, 10th ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. ആളുടെ മോളാണ് കൂടെ ഉള്ളത്, 8th പഠിക്കുന്നത്. ഇവളുടെ മാമൻ്റെ മക്കൾസാണ് അനിയൻ്റെ വൈഫും അതുപോലെ ഇപ്പം കല്യാണം ഉള്ള ആ ഒരു മോളും കേട്ടോ. അതുകൊണ്ട് അവളെ മീറ്റ് ചെയ്യാറുണ്ട് അധികവും. അവിടെ ഫംഗ്ഷനൊക്കെ വരുമ്പം അവളെ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം, നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10:30 ആകുമ്പോഴത്തേക്കും ആളുകളൊക്കെ വന്നു. ഒരു 10:45 ആയ സമയത്ത് ചടങ്ങുകളൊക്കെ തുടങ്ങി. ആദ്യം പയ്യനെ കൊണ്ടുവന്നു. ഇതാണ് പയ്യൻ കേട്ടോ. പിന്നെ ഇതാണ് അമ്മ, അതായത് പെണ്ണിൻ്റെ അമ്മയാണിത്. ചേച്ചിമാരുമാണ് കേട്ടോ ഇത്. ഈ പച്ചയും അതുപോലെ ഈ ഒരു ബ്ലൂവും അവളുടെ ചേച്ചിമാരാണ്. 3 പെൺകുട്ടികളാണ് അവർ. ബാക്കിയുള്ളവരൊക്കെ അവളുടെ റിലേഷൻസ് തന്നെയാണ് കേട്ടോ, മാമൻ്റെ മക്കൾസും ചെറിയമ്മയുടെ മക്കൾസും ഒക്കെ ആയിട്ട്. അപ്പോൾ അതേ പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പെണ്ണിന് താലി കെട്ടുന്നത് മാത്രം കാണാൻ പറ്റിയില്ല കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് അവർ മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് അത് മാത്രം കാണാൻ പറ്റിയില്ല. അപ്പോൾ അതേ പെണ്ണിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാണാം. അങ്ങനെ മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഊണ് വിളമ്പാനായിട്ട് തുടങ്ങി കേട്ടോ. ഞങ്ങൾ 3ാമത്തെ ട്രിപ്പാണ് ഇരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് സാവധാനം കഴിക്കാമെന്ന് വെച്ചു. അതിനിടയ്ക്ക് അവിടെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ആയിട്ട് നല്ല തിരക്കുമായിരുന്നു കേട്ടോ. അവളുടെ 2 ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരുമാണ് കേട്ടോ ഇത്. എൻ്റെ ഹസ്ബൻഡും അനിയനും ഒക്കെ വിളമ്പാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി സദ്യ കഴിച്ചു. സാമ്പാറും അവിയലും അതുപോലെ തന്നെ ഓലനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഈ ഒരു സദ്യ. ഓക്കെ, പിന്നെ
രണ്ടാമത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ നിന്ന്. ഞങ്ങൾ പിന്നെ കുറച്ച് അവിടെ ഇരുന്ന് എല്ലാവരൊക്കെ ആയിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് എന്നിട്ടൊക്കെയാണ് അവിടുന്ന് പോന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു ഓട്ടോനാണ് കേട്ടോ. അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അനിയനും വൈഫും മോനും അവരുടെ സൽക്കാരമുണ്ട് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക്, പയ്യൻ്റെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.